ആഡ്ലസ്മിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മ്യൂറൽ പെയിൻറ്റിങ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പെയിൻറ്റിങ്ങിന് വേണ്ടതെന്ന്. അപ്പോൾ കുറേ പേർക്ക് ആവശ്യമുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇതെന്ന് തോന്നുന്നു. കാരണം കുറേ പേര് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്സ് ഇടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്ത് തന്നേക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഓരോ ബേസിക്സും ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ചാനലിൽ ഓൾറെഡി വാട്ടർ കളർ പെയിൻറ്റിങ്സും ആക്രിലിക് പെയിൻറ്റിങ്സിൻ്റെ ബേസിക്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പോൾ ഈ വീഡിയോ നോക്കാം. അപ്പോൾ എന്താണ് മ്യൂറൽ പെയിൻറ്റിങ്? മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ചുമരിൽ വരയ്ക്കുന്ന ചിത്രം, അതാണ് മ്യൂറൽ പെയിൻറ്റിങ്. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ കേരളയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ് എന്താണ് എന്നാണ്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, അജന്ത പെയിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. അപ്പോൾ ആ ഫോമിനകത്ത് കുറേ കൺസിഡറേഷൻസ് ഒക്കെ നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിലും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് കുറച്ച് ബ്രൈറ്റും വൈബ്രൻറ്റും ആണ്, അതിൻ്റെ കളർ ചോയ്സസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ വായിച്ച് പോകാം, മണിക്കൂറുകൾ ഇരുന്ന് വായിക്കാം. അപ്പോൾ അതൊന്നും ഞാനിവിടെ കവർ ചെയ്യാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. സോ അതൊക്കെ നിങ്ങൾ സ്വയം വായിച്ചെടുക്കുക. കുറേ കാര്യങ്ങളുണ്ട് ഹിസ്റ്ററി ബേസിക്കലി പറയുന്നത്. അപ്പം അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് യൂഷ്വലി ഓൾഡ് ഏജിൽ വന്ന പെയിൻറ്റിങ്സിൽ മെയിനായിട്ട് കുറച്ച് സ്റ്റോറീസ് ഡിപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് നോക്കുകയാണെങ്കിൽ ആ പെയിൻറ്റിങ്ങിൽ ഒരു സ്റ്റോറി ഉണ്ട്, ഒരു കഥ പറയുന്ന പോലെയാണ് മോസ്റ്റ്ലി എല്ലാം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ സ്റ്റഡീസൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓൾഡ് ഏജിൽ അല്ലെങ്കിൽ ഓൾഡ് ടൈമിൽ ക്രിയേറ്റ് ചെയ്ത മ്യൂറൽ പെയിൻറ്റിങ്സിൽ 4 ബേസിക് സ്റ്റോറീസാണ് എപ്പോഴും റീക്രിയേറ്റ് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ഒന്നാമത് രാമായണത്തിലെ സീനുകൾ, 2 ശിവൻ വിഷ്ണു മോഹിനി വേഷം, പിന്നെ നരസിംഹം, പിന്നെ അതേപോലെ ഗണപതിൻ്റെത്. പിന്നുള്ളത് എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ വേണുഗോപാൽ എന്ന് പറയുന്ന അവതാരത്തിൻ്റെ പെയിൻറ്റിങ്സ്, പിന്നെ ശിവൻ്റെ ഡാൻസിങ് ശിവ എന്ന് പറഞ്ഞിട്ട് വരുന്ന മ്യൂറൽസ് ആണ്. പണ്ടത്തെ പെയിൻറ്റിങ്സിൽ മിക്ക പെയിൻറ്റിങ്സും ബേസ് ചെയ്തിട്ട് ഈ കുറേ സ്റ്റോറീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടന്റുകൾ നോക്കുകയാണെങ്കിൽ കുറേ പുതിയതും എക്സ്ട്രാസും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതായിരുന്നു പഴയ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത സ്റ്റോറീസ് എന്നാണ് പറയപ്പെടുന്നത്. മ്യൂറൽ ഓൾമോസ്റ്റ് ഒരു ടെമ്പിൾ വർക്കാണ്, അപ്പോൾ ചുമരിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് വോള് ട്രീറ്റ് ചെയ്ത് അതിനുശേഷം നാച്ചുറലി ആണ് പെയിൻറ്റുകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ നമുക്ക് ആക്രിലിക് പെയിൻറ്റ് കടയിൽ പോയി വാങ്ങാൻ കിട്ടുന്ന പോലെ അന്നില്ലാത്തതിനെ കൊണ്ട് നാച്ചുറൽ എലിമെൻറ്റ്സിൽ നിന്നാണ് കളേഴ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ കുറച്ചും കൂടി ടാസ്ക് ആയ പ്രോസസ്സിലൂടെയാണ് പഴയ കാലത്തെ ആൾക്കാർ അല്ലെങ്കിൽ വാൾ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ വാളിൽ മ്യൂറൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ അതൊന്നും ആക്ച്വലി ഇവിടെ കൺസിഡർ ചെയ്യില്ല. നമ്മൾ നോർമൽ ക്യാൻവാസ് പെയിൻറ്റിങ്ങിൽ ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ, പക്ഷേ മ്യൂറലിനെ ക്യാൻവാസിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. പണ്ടത്തെ പെയിൻറ്റിങ്സിൽ വരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 5 കളേഴ്സാണ് മ്യൂറലിൽ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ലിമിറ്റഡ് കളേഴ്സേ മ്യൂറലിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചവർണ്ണ, അതായത് 5 കളറുകൾ. ഒന്ന് റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 5 കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഴയ മ്യൂറൽ പെയിൻറ്റിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കുറേ എക്സ്ട്രാ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പം അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അത് ഞാൻ കുറച്ചും കൂടി ഡെപ്തായിട്ട് ഇതിൻ്റെ പെയിൻറ്റ് മിക്സും കാര്യങ്ങളൊക്കെ പറയുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടത് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ സൈസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോയിങ് ബോർഡ് അല്ലെങ്കിൽ നമ്മൾ വലിയ ടേബിളിൻ്റെ മുകളിൽ വെച്ച് വലിയ സൈസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെച്ചും വരയ്ക്കാം. ക്യാൻവാസ് ക്ലോത്തും അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം ക്യാൻവാസ് ക്ലോത്ത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ക്യാൻവാസ് ക്ലോത്ത് എപ്പോഴും ജസ്റ്റോ പ്രൈംഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ അത് നീങ്ങി കളിക്കുന്നൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് ചെറുതാണെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഒട്ടിക്കും, വലുതാണെങ്കിൽ ജസ്റ്റ് കോർണേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചിട്ട് അതിങ്ങനെ ഒരു സ്ഥലത്ത് ഫേം ആക്കി വെക്കും ഞാൻ. പിന്നെ നമ്മൾ സ്കെച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ കുറച്ച് ബ്ലാക്ക്നെസ് കൂടിയ പെൻസിൽ എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ വേഗം മായും ചെയ്യും, അതേപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കുകയും ചെയ്യാം. അപ്പം പെൻസിലും ഇറേസറും. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്യുമ്പം B പെൻസിലുകൾ യൂസ് ചെയ്യാൻ മറക്കണ്ട. പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്രിലിക് പെയിൻറ്റ്സ് ആണ്. ഒരുപാട് കളേഴ്സൊന്നും വേണ്ട, ആകെ 7 കളേഴ്സ് മതി. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബോട്ടിലുള്ള പെയിൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ട്യൂബ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് വേണ്ടത് ലെമൺ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഓക്കർ. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ റെഡിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ്, അതായത് ക്രിംസൺ ഉണ്ട്, വെർമിലിൻ ഉണ്ട്, സ്കാർലറ്റ് ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ സാപ്പ് ഗ്രീൻ, പ്രഷ്യൻ ബ്ലൂ,
ബേൺ സിയാന, ബ്ലാക്ക്, വൈറ്റ്. ഈ കളറിൻ്റെ കമ്പനികൾ മാറുന്നതനുസരിച്ചിട്ട് കളറിൻ്റെ ഷെയ്ഡിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് അനുസരിച്ച് ഇതിൻ്റെ ഒരു പ്രപ്പോർഷനും മാറും കേട്ടോ, കളർ മിക്സ് ചെയ്യുന്നതിൻ്റെ. അപ്പം ഞാൻ ഒരു പക്ഷേ കാണിക്കുക എൻ്റെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ടായിരിക്കും കാണിക്കുക. ഇനി കളർ മിക്സ് ചെയ്യാൻ ഒരു ഗ്ലാസ് പാലറ്റ് എടുക്കാം. ഇതാകുമ്പോൾ വേഗം നമുക്ക് ക്ലീനൊക്കെ ചെയ്യാം, വേഗം ആക്രിലിക് പെയിൻറ്റ് വേഗം പറഞ്ഞു പോരും. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കപ്പ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കപ്പ് എടുക്കുക. ഇത് നമ്മൾ ഐസ്ക്രീം കപ്പ് വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെയിൻറ്റ് ബ്രഷുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സാധാരണ ലോങ് ഹെയർ ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്. ലോങ് ഹെയർ ബ്രഷ് ഇല്ല, അതുകൊണ്ട് ഞാൻ റൗണ്ട് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം വെള്ളത്തിൽ ഡിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നല്ല ഷാർപ്പ് എൻഡ്, നല്ല ടിപ്പ് നല്ല ഷാർപ്പായിരിക്കും. നിങ്ങൾക്ക് കുറേ സൈസ് ബ്രഷുകളൊന്നും വേണമെങ്കിൽ നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് തന്നെ എല്ലാം ചെയ്യാം. ഈ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സൈസ് ചെറുതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഷാർപ്പായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഡീറ്റെയിൽ ബ്രഷ് നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വലിയ ഏരിയ ഒക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് 1/2 സൈസ് ഉള്ളതാണ്. പിന്നെ നമുക്കൊരു ബ്രഷ് വേണ്ടതെന്ന് വെച്ചാൽ വാർണിഷ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷാണ്. നമ്മളെപ്പോഴും വാർണിഷ് അടിക്കാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് എടുത്താൽ മതി. പിന്നെ നമുക്ക് കളർ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം തുണി വേണം. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന തുണി തന്നെ എടുത്താൽ മതി, അതിനായിട്ട് വേണ്ടി പുതിയത് എടുക്കൊന്നും വേണ്ട. പിന്നെ നമുക്ക് കളർ മിക്സ് ചെയ്തെടുത്തൊക്കെ, ഇത് കാരണം കുറച്ചധികം പെയിൻറ്റുകൾ നമ്മൾ മിക്സ് ചെയ്യും. ഒരേ ഷെയ്ഡിലാണല്ലോ നമ്മൾ പെയിൻറ്റിങ് മൊത്തത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് പെയിൻറ്റ് വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യുമ്പം പല ഷെയ്ഡ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ കുറച്ച് പാത്രങ്ങൾ വേണം. അപ്പോൾ അത് എയർ ടൈറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ എടുത്ത് വെച്ച് പിന്നെ എടുക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്ക് പിന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങളായിരിക്കണം. ഫൈനലി വാർണിഷ് ഇതേപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് അവസാനം ഫിനിഷിൽ അടിച്ചു തീർക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.